ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ സമ്മർ ഡാൻസ് ക്യാമ്പിന്റെ ഫൈനൽ ഡേ ആണിന്ന്. അകത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര സുന്ദരന്മാരുമായിട്ടൊക്കെ ഡാൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ 10 ദിവസം നമ്മുടെ സ്റ്റുഡൻസിനെക്കാളും അല്ലെങ്കിൽ അവരെ പോലെ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ പാരൻസും. സോ ദ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. പറയോ, ചേച്ചിയുടെ മോള് ഭയങ്കര ചെറുതാന്ന് തോന്നി. സോ അവളുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് എങ്ങനെയാണ്? അവള് വന്ന 2 ദിവസം ഒന്നും അനങ്ങിണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ക്യാമ്പ് ക്യാൻസൽ ചെയ്ത് അവളെ കൊണ്ടുപോകാന്ന് വിചാരിച്ച. പക്ഷെ പിന്നെ അവൾ അവിടെ സെറ്റായി. ഇപ്പൊ അവള് ഓക്കെയാണ്. ഇപ്പൊ അവളിപ്പോ നന്നായിട്ട് കളിക്കണ്ട. വീട്ടിൽ വന്നിട്ട് ഇവര് പറയണൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ മോളാണെന്നുണ്ടെങ്കിലും വന്ന ടൈമിൽ കുറച്ചിങ്ങനെ ഷൈ ആയിരുന്നു. ഇപ്പൊ ആൾ ആക്റ്റീവായി. വീട്ടിൽ വരുമ്പോഴേക്കും പറഞ്ഞിട്ടുണ്ട്, ആളുടെ ചെറിയ ചേച്ചി പറഞ്ഞിട്ടുണ്ട് പാട്ട് കേൾക്കണം, എന്നിട്ട് അതിങ്ങനെ കൗണ്ട് ചെയ്തോണ്ടിരിക്കണം. വീട്ടിലാണെങ്കിലും നടക്കുകയല്ല, ഡാൻസ് കളിച്ചാണ് നടക്കുന്നത്. അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. മോർ ദാൻ ദാറ്റ് ഇവിടുത്തെ ഗെയിംസ് ഒക്കെ അവിടെ വന്ന് പറയുമ്പോൾ ഗെയിംസ് എങ്ങനെ എല്ലാവരും ഒരു കോപ്പറേറ്റ് ചെയ്ത് ടീമായിട്ട് വർക്ക് ചെയ്യാനും അവർ പഠിക്കുകയാണ്. കഴിയണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി 1 മാസമൊക്കെ നിങ്ങൾക്ക് വേണേൽ നടത്തിക്കൊണ്ട് പോവാം. ഞങ്ങൾക്കും കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ ഭയങ്കര താല്പര്യമാണ്. പിന്നെ മെയിൻ പറയുന്ന കാര്യം ഇവിടുത്തെ ഡാൻസ് ട്രെയിനേഴ്സ്, അവരുടെ എന്താ പറയുക, ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ആദ്യം വിചാരിച്ചത് സോലോ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവർ പഠിപ്പിക്കുന്ന ഒരു ടീമായിട്ട് എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുക, അതൊക്കെ നല്ലൊരു ഇൻട്രാക്ഷൻ സെഷൻ, നല്ലൊരു തന്നെ. ഇവിടെ വന്ന നല്ല ഡിഫറൻസ് ഉണ്ട് എനിക്ക്. വൈദേഹിക്ക് അവള് എങ്ങനെയായിട്ട് ടീമായിട്ട് റെസ്പോണ്ട് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക, അതൊക്കെ നന്നായിട്ട് ഏജിൽ തന്നെ മനസ്സിലാക്കി. പിന്നെ ആ ഒരു 10 ദിവസത്തിൽ നല്ലൊരു ഇൻട്രാക്ഷൻ, നല്ലൊരു ബോണ്ട് വന്നു. കുഞ്ഞാണ്. ഇപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണെങ്കിലും അവരുടെ ഗ്രൂപ്പാണ് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഒക്കെ വച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവർക്ക് പുതിയതാണ്. ക്ലാസ്സിലാണെങ്കിലും അടങ്ങിയിരിക്കില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടൊക്കെ അതൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ചും കൂടെ സോഷ്യലൈസായി, കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഡാൻസും കുറേ സ്റ്റൈൽസൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റി. ഒരു സെൽഫ് കോൺഫിഡൻസ് വരുത്തണം, അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസ് കളിക്കെങ്കിലും അതങ്ങനായിട്ടാണ് കളിച്ചിരുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസ് ചെയ്ത് ആള് കളിച്ചു പോകും. സ്കൂളിൽ പോകാൻ മടിയാണ്, നല്ല മടിയുള്ള കൂട്ടത്തില്ല. ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡെയിലി എനിക്ക് പോകണമെന്ന് ചോദിക്കും, പോകണം എന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ ഉഷാറായിട്ട് വരും.